കാർഡ്ബോർഡും A4 ഷീറ്റും ഗമ്മും കയ്യിലില്ലേ? എന്നാൽ വേഗം എടുത്തിട്ട് വന്നോ, നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫോൾഡിംഗ് ഓർഗനൈസർ ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് എടുത്ത് ഇതിൽ കാണിച്ച മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടതിനെ ഒരു പേപ്പറിൽ കവർ ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 എണ്ണം വേണം. പിന്നെ 2 പീസ് പേപ്പർ എടുത്ത് ഇതുപോലെ 2 കാർഡ്ബോർഡിനെയും തമ്മിൽ കണക്ട് ചെയ്യും വിധം ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു A4 എടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് അതിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഫോൾഡിലൊക്കെ ഒരു ലൈൻ വരും. ആ ലൈൻ നോക്കിയിട്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതുപോലത്തെ 2 എണ്ണം വേണം. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് ഒന്ന് ഒട്ടിച്ചും കൊടുക്കാം. ഇങ്ങനത്തെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് A4 ഷീറ്റ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുക. ആ പേപ്പേഴ്സ് ഇതിൽ കാണിക്കുന്ന പോലെ ഓരോ ഫോൾഡിലും ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം 7 പീസ് പേപ്പറാണ് ഇതിനാവശ്യമായിട്ട് വരിക. ഇത് സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ പറഞ്ഞു തരുമ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, കുറച്ച് സമയവും മതി. ഇങ്ങനെ എല്ലാ ഫോൾഡിലും പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച ആ രണ്ടാമത്തെ പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മറ്റു ഭാഗം ഇതിൽ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഫോൾഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വേണം വരാൻ. ഇനി നമുക്കിതിനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോൾഡിംഗ് ഓർഗനൈസർ റെഡിയായി. നമുക്കിതൊരു ഫയൽ പോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കൂട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വലിയ ഫയലിൽ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവം അടിപൊളിയല്ലേ? വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് എല്ലാവരും സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണം.